ഹലോ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വീണ്ടും ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ പറയുന്ന കെ എസ് ആർ ടി സി ഒരു വിഷയമാണ്. കെ എസ് ആർ ടി സി പുതിയ ബസ്സുകൾ മേടിച്ചിട്ട്, എസ്പെഷ്യലി പുതിയ ബസ്സുകൾ മേടിക്കുക സ്റ്റുഡൻസിന് വേണ്ടി. അപ്പം അത് നമ്മുടെ സ്വകാര്യ ബസ്സുകൾക്കും അങ്ങനെ ആകാം. അപ്പം പ്രത്യേകം കൺസെഷൻ ഒന്നും കൊടുക്കണ്ട. സാറിന് സ്റ്റുഡൻസിനുള്ള റേറ്റ് ആപ്ലിക്കബിളായിട്ടുള്ള റേറ്റിൽ സ്റ്റുഡൻസിനും ജെൻസി പിള്ളേർക്കും, പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ഏതൊക്കെ ജനറേഷൻ ഉള്ള ആൽഫ വട്ടെവർ ഇറ്റ് ഈസ്. സോ ഐ ഡോണ്ട് നോ ദ നെയിംസ് ഓഫ് ഓൾ ദീസ് ജനറേഷൻസ്. പക്ഷേ എന്നപ്പം ഈ ജനറേഷൻസിനുള്ള അവർക്ക് സ്റ്റുഡൻസിനായിട്ടുള്ളൊരു പ്രത്യേകിച്ച് അവർക്ക് ഈ ബാഗുകളിലൊക്കെ കൊണ്ടുവരുമ്പോഴത്തേക്ക് മറ്റുള്ള യാത്രക്കാർക്ക് അത് ബാഗുകൾ വെക്കാൻ സ്ഥലമില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്കോപ്പ് ഉണ്ടാക്കണം. സ്റ്റുഡൻസിന് ബാഗുകളൊക്കെ പ്രൈവറ്റ് ബസ്സിൽ എവിടെ വെക്കുന്നത്? അപ്പം പലപ്പോഴും ബാക്കിയുള്ളവർക്കൊരു ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പോൾ അതിനുവേണ്ടി അവർക്ക് വേണ്ടി ഒന്നുകിൽ ചെയ്യാൻ പറ്റുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായിട്ട് സഹകരിച്ച് പകൽ സമയം പ്രാദേശിക റൂട്ടുകളിൽ ഓടുകയും, ചില ഗ്രാമീണ റൂട്ടുകളിലൊക്കെ ബസ് സർവീസ് ഇല്ല, അധികം സ്വകാര്യ ബസ്സുകൾക്ക് ചിലപ്പോൾ ലാഭകരമല്ല. അപ്പോൾ അങ്ങനത്തെ റൂട്ടുകൾ കെ എസ് ആർ ടി സി ഏറ്റെടുത്തിട്ട് ഗ്രാമീണ ടൂറിസം, നമ്മൾ സർക്കാരിൽ തന്നെ ഏതോ ബീഹാറിലൊക്കെ ഈയിടെ കണ്ടതുപോലെ, അപ്പോൾ അവർ സർക്കാർ ഉദ്യോഗസ്ഥരോട് പറയുകയാണ്, നിങ്ങൾ മാസത്തിൽ 2 വീക്കെൻഡ്സ് നിങ്ങളുടെ ജില്ലയ്ക്ക് പുറത്തുള്ള സ്ഥലത്ത് ഒരു ഗ്രാമീണ പ്രദേശത്ത് പോയി അവിടെ ക്യാമ്പ് അടിച്ച് അവിടെ സ്റ്റേ ചെയ്തിട്ട് അവിടുത്തെ നിർദ്ദേശങ്ങൾ സർക്കാരിനെ അറിയിക്കുക, അതിൻ്റെ റിവ്യൂ ഇടുക. അപ്പോൾ അതാണ് അങ്ങനെയൊക്കെ ടൂറിസം വളർത്തപ്പെടാൻ നോക്കും. പോകാത്ത സ്ഥലങ്ങൾ, അൺഎക്സ്പ്ലോർഡ് പ്ലേസസ്, അവിടെ ചിലപ്പോൾ ഒന്നും ഇല്ലായിരിക്കും, എന്നാലും നമ്മളവിടെ പോവാം. അതാണ് ടൂറിസം. അത് ഒരു വേറെ തരത്തിലുള്ള ഒരു ടൂറിസമാണ്. പല ടൂറിസം ഉണ്ടല്ലോ, ലെഷർ ടൂറിസം ഉണ്ട്, സ്പോർട്സ് ടൂറിസം ഉണ്ട്, ഹെൽത്ത് ടൂറിസം ഉണ്ട്. ഇതെല്ലാം നമ്മളൊന്നും ഇല്ലെങ്കിൽ പോലും, ഒരു സെൽഫി പോയിൻ്റ് പോലും ഇല്ലെങ്കിൽ, ഒരു ബെഞ്ച് പോലും ഇല്ലെങ്കിൽ പോലും അവിടെയൊക്കെ പോയി കണ്ടിട്ട് തിരിച്ചു വരും. അതൊരു എനിക്ക് പുതിയ തലമുറയ്ക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടുമായിരിക്കും. വളരെ ക്വയറ്റായിട്ടുള്ള പ്ലേസൊക്കെ ഇല്ലേ. ഇപ്പം ബാഴ്സലോണ പോലെ സ്പെയിനിലെ സ്ഥലങ്ങളൊക്കെ അവിടെ ഓവർ ടൂറിസം കൊണ്ട് ബുദ്ധിമുട്ട് കാണും. അവിടെ ഹൗസിംഗ് ക്രൈസിസ് ഉണ്ട്. ഇതൊക്കെ വളരെ ശുദ്ധമായി ലഭിക്കുന്ന സ്ഥലങ്ങളാണ്. എനിക്ക് പറഞ്ഞു തരാൻ ഒത്തിരി സമയമുണ്ട് ഞങ്ങളുടെ നാട്ടിലൊക്കെ. പക്ഷേ എങ്കിലും നമുക്ക് വേണ്ടത് അങ്ങനത്തെ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനായിട്ടുള്ള പ്രാദേശിക ഭരണകൂടത്തിൻ്റെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കീഴിൽ അവർക്ക് ഫണ്ട് അനുവദിച്ചുകൊണ്ട് അവർക്കൊരു ബസ് മേടിച്ചു കൊടുക്കുക. പകൽ സമയം ഇത് ഓടുന്നു, ഇങ്ങനത്തെ റൂട്ടുകളിലൊക്കെ പോകുന്നു. പക്ഷേ ബാക്കി സമയം സ്റ്റുഡൻസ് ആക്റ്റീവായിട്ടുള്ള സമയത്ത് സ്റ്റുഡൻസിനെ ഡ്രോപ്പ് ചെയ്യാനായിട്ട് അവരെ അടുത്ത പ്രധാന ജംഗ്ഷനിലോട്ട് എത്തിക്കുക. നമ്മുടെ തദ്ദേശ സ്ഥാപനങ്ങളുടെ പരിധിയിലുള്ള സ്ഥലങ്ങളിൽ മറ്റ് പ്രധാന സ്റ്റാൻഡുകളിലോട്ട് എത്തിക്കുക. എന്നിട്ട് അവർക്ക് പെട്ടെന്ന് പിന്നെ മറ്റ് റൂട്ടുകളിൽ പോകാനായിട്ട് മറ്റു ബസ്സുകളിൽ കയറി പോകാം. അപ്പോൾ അങ്ങനെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കീഴിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ കുട്ടികളെ ഡ്രോപ്പ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ട് ബസ് ഓടിക്കുക, ബസ് അനുവദിക്കാം. അത് കെ എസ് ആർ ടി സി തന്നെ ആയിക്കോട്ടെ. കെ എസ് ആർ ടി സിയുടെ ഫണ്ടിൽ നിന്ന് എടുത്തു കൊടുക്കുക, ഗവൺമെൻറ് ഫണ്ടിൽ നിന്ന് എടുക്കുക, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കീഴിൽ. അതാണ് സ്റ്റുഡൻസ് ഓൺലി ബസ് പ്ലസ് ഈ അൺഎക്സ്പ്ലോർഡ് ആയിട്ടുള്ള സ്ഥലങ്ങൾ, ഒന്നുമില്ലാത്ത സ്ഥലങ്ങളിൽ പോയി നമ്മൾ കാണുക. അതാണ് ടൂറിസം. അവിടെ എന്തെങ്കിലും നമ്മൾ പോകുന്നതുകൊണ്ട് ഒരു മെച്ചം ഉണ്ടാവട്ടെ. അതും ഒരു ടൂറിസമാണ്. മനസ്സിലായി? പലതരത്തിലുള്ള ടൂറിസമില്ല. ലെഷർ ടൂറിസം ഉണ്ട്, സ്പോർട്സ് ടൂറിസം ഉണ്ട്, ഹെൽത്ത് ടൂറിസം ഉണ്ട്, എന്തൊക്കെ ടൂറിസമാണ് അതെല്ലാം ഉണ്ട്. പക്ഷേ നമ്മൾ ഇതും ഒന്നുമില്ലാത്ത സ്ഥലങ്ങളിൽ പോയി കുറച്ച് നേരം, ആരും ഇല്ലാത്ത സ്ഥലങ്ങളിൽ പോയാൽ കുറച്ച് പേര് നമ്മൾ പോയി കാണുക. അതാണ് അവിടുത്തെ ഒരു, അങ്ങനെ എല്ലാ അറിയപ്പെടാത്ത ടൗണുകളൊക്കെ അറിയപ്പെടാത്ത പ്രദേശങ്ങൾ, ഗ്രാമപ്രദേശങ്ങൾ, റിമോട്ട് ഏരിയാസൊക്കെ അറിയപ്പെടുന്നത്. അപ്പോൾ അതൊരു വേറെ ടൂറിസം, റിമോട്ട് ഏരിയ ടൂറിസം എന്ന് നമുക്കതിനെ വിളിക്കാം. പിന്നെ വേണ്ടത് നമ്മുടെ കെ എസ് ആർ ടി സി ബസ്സിൽ നമ്മുടെ 55 വയസ്സിനുള്ള മുകളിൽ, അല്ലെങ്കിൽ 50 വയസ്സിന് മുകളിലുള്ള പ്രായമുള്ള ആൾക്കാർക്ക് ഫ്രീ ആയിട്ട് ബസ്സിൽ യാത്ര ചെയ്യാനായിട്ട് ഉള്ള അനുമതി കൊടുക്കുക. എന്നിട്ട് അവർക്ക് വേണ്ടി അവരുടെ ഒരു പേഴ്സണാലിറ്റി അല്ലെങ്കിൽ അവരുടെ ഒരു സൈക്കോളജി വെച്ചിട്ട്
അവരുടെ ഒരു ഇത് വെച്ചിട്ട് ആ ഒരു രീതിയിൽ അവർക്ക് വേണ്ടി അത് അറേഞ്ച് ചെയ്യുക, അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ആ ബസ് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. അപ്പം ഞാൻ വളരെ മനോഹരമായ ഒരു ആശയം കുറച്ച് നാൾ മുമ്പ് കണ്ടു. ഇപ്പം അത് ഫാസ്റ്റ് പാസഞ്ചർ ബസ്സുകളിലൊക്കെ ഉണ്ട്, പുതിയ ബസ്സുകളിലുണ്ട്. പക്ഷേ ഞാൻ ഒരു നല്ല ആശയം എന്ന് പറഞ്ഞാൽ, ഒരു ഓർഡിനറി ബസ് ഞാൻ യാത്ര ചെയ്യാണ്. അപ്പം അവിടെ ഒരു കണ്ടക്ടർ ലേഡിയുണ്ട്, അതുപോലെ തന്നെ ഒരു ഡ്രൈവറുമുണ്ട്. പക്ഷെ ഇതിൽ അപൂർവമായിട്ട് അവിടെ അവർ തന്നെ ഒരു സ്റ്റീരിയോ സെറ്റ് മേടിച്ച് ആ ബസ്സിനെ മനോഹരമാക്കിയിരിക്കുകയാണ്, പാട്ടൊക്കെ വെക്കാനും. ആ സ്റ്റീരിയോ മേടിച്ചു പാട്ട് വെക്കാൻ. അപ്പോൾ അത് നല്ലൊരു കൺസെപ്റ്റ്. അത് മോട്ടിവേറ്റഡ് ആയിട്ടുള്ള എംപ്ലോയീസിന് മാത്രമേ അങ്ങനെ ചെയ്യാൻ ഒക്കത്തുള്ളൂ. അപ്പോൾ അവർ മോട്ടിവേറ്റഡ് ആയിരുന്നു. എപ്പോഴും നമ്മുടെ സ്റ്റാഫിനെ നമ്മൾ മോട്ടിവേറ്റഡ് ആയിട്ട് നിർത്തണം. അല്ലെങ്കിൽ നമ്മുടെ ബന്ധങ്ങളിലുള്ള ആരെങ്കിലും ആണ്, അല്ലെങ്കിൽ അവർ നമുക്കെതിരെ ചിലപ്പോൾ എന്തെങ്കിലും തിരിയാൻ സാധ്യതയുള്ളൂ. അപ്പോൾ എപ്പോഴും മോട്ടിവേറ്റഡ് ആയിട്ട് നിർത്തുക നമ്മുടെ സ്റ്റാഫോ, നമ്മുടെ അടുത്തുള്ളവരെ. നമ്മുടെ വലയങ്ങൾ, നമ്മുടെ ഒരു ഇക്കോസിസ്റ്റം ഉണ്ട്. എല്ലാ മനുഷ്യനും ഒരു ഇക്കോസിസ്റ്റം വേണമല്ലോ. അപ്പോൾ അതങ്ങനെ. അപ്പം നമ്മൾ സ്റ്റുഡൻസ് ഉള്ളി ബസ് വേണം. അതിൽ സാധാരണ സ്റ്റുഡൻസ് കൊടുക്കുന്ന പൈസ മാത്രം കൊടുത്താൽ മതി, കൺസെഷൻ ഫ്രീ ആയിട്ടൊന്നും കൊടുക്കണ്ട. അപ്പം സ്റ്റുഡൻസ് ഉള്ളി ബസ് അങ്ങനെ പോവാം. പിന്നെ ഒരു 50 വയസ്സിന് മേളിൽ, അല്ലെങ്കിൽ 55 വയസ്സിന് മേളിൽ, 50 വയസ്സിന് മേളിലുള്ളവർക്കൊക്കെ ഫ്രീ ആയിട്ട് യാത്ര അനുവദിക്കുക. അവരും കാണട്ടെ ലോകം. പിന്നെ ഒന്നുമില്ലാത്തവരുണ്ട്, പാവപ്പെട്ടവർ, അവർക്കും നമ്മൾ പ്രത്യേക കാർഡ് KSRTC അനുവദിക്കുക. ആരുമില്ലാത്തതെന്നല്ല, പൈസ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്നവർക്ക്, രോഗികൾക്ക്, ഇവർക്കൊക്കെ ഓൾറെഡി ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷേ അത് കുറച്ചുകൂടെ പോപ്പുലറായിട്ട് കാർഡ് പോലെ അനുവദിച്ച് അവർ യാത്ര ചെയ്യട്ടെ കേട്ടോ. ഓക്കെ എന്നാൽ.